Hi Genius community, here is an important update from NTA regarding your JEE Main 2024. JEE Mail register ചെയ്തിരിക്കുന്നതിലെ ചില കുട്ടികൾക്കൊക്കെ NTAയുടെ മെയിൽ വന്നിട്ടുണ്ടാവും ഇന്നലെ. ആ മെയിലിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തത് JEE NTAയുടെ റിക്വയർമെന്റ് അനുസരിച്ചോ അതിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടോ അല്ല. സോ യു ഹാവ് ടു റീ അപ്ലോഡ് ദ ഫോട്ടോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ചിലർക്കെങ്കിലും മെയിൽ വന്നിട്ടുണ്ടാവും. സോ എല്ലാവരും ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡി NTA നിങ്ങൾ JEE മെയിൻ എക്സാമിനേഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി രജിസ്റ്റേർഡ് മെയിൽ ഐ ഡി നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൾ NTAയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക. NTAയുടെ നമ്മുടെ വെബ്സൈറ്റിൽ JEE മെയിൻ 2024 വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ട്. ഇമേജ് അപ്ലോഡുമായി ബന്ധപ്പെട്ട് ഫോട്ടോ കറക്ഷനുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസാണ്. ഈ നോട്ടീസിൽ നിങ്ങൾക്ക് കാണാം ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ് പല കുട്ടികളും അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലല്ല, റിക്വയർഡ് സ്പെസിഫിക്കേഷൻസ് വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കുട്ടികൾക്ക് നൽകുകയാണ് അതേ സ്പെസിഫിക്കേഷനിൽ ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ, ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി. സോ ദാറ്റ് റിജക്ഷൻ ഒഴിവായി നമുക്ക് ഇതിന്റെ ഭാഗമാകാൻ JEE മെയിനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ്. അപ്പൊ അതിൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇത് കറക്റ്റ് ചെയ്യാനുള്ളത് ഓൾറെഡി മെയിൽ വന്നിരിക്കുന്നവര് വേഗത്തിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ എന്തായാലും റീച്ച് ഔട്ട് ചെയ്യും NTA. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. കാരണം നാളെ രാത്രി വരെയാണ് നിങ്ങൾക്ക് ഇതിനുള്ള സമയം. ഓക്കെ, 6-ാം തീയതി രാത്രി വരെയാണ് നിങ്ങൾക്ക് ഇതിനുള്ള സമയം. സോ എല്ലാവരും നോക്കുക, അതിന്റെ സ്പെസിഫിക്കേഷൻസ്, കാൻഡിഡേറ്റ്സിന്റെ സ്പെസിഫിക്കേഷൻ, ഫോട്ടോഗ്രാഫിന്റെ സ്പെസിഫിക്കേഷൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഫേസ് 80% കാണണം എന്നുള്ളത്. സോ 80% ഫേസ് കാണുകയും വേണം, ചെവി വിസിബിൾ ആയിരിക്കണം. ഓക്കെ, മാസ്ക് ഇടാൻ പാടില്ല. പ്രത്യേകം നോക്കുക, പാസ്പോർട്ട് സൈസ് പറഞ്ഞിരിക്കുന്നതിൽ അതേ ഡയമെൻഷനിൽ ഉണ്ടായിരിക്കണം. 10 to 200 KB ആണ്. ദ റീസെന്റ് ഫോട്ടോഗ്രാഫ് ഷുഡ് ബി റീസെന്റ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം ഒന്നാമത്തത്. അത് കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ആവാം. സോ ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ കളർ ഫോട്ടോ ഇൻ എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കാം, കളർ ഫോട്ടോ നിങ്ങൾ എടുക്കുക. മാസ്ക് ഇല്ലാതെ 80% നിങ്ങളുടെ ഫോട്ടോ വിസിബിൾ ആകുന്ന, അതിൽ ഇയർ ഇൻക്ലൂഡിംഗ് ഇയർ അഗെയിൻസ്റ്റ് ദ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ചെവി അടക്കം വിസിബിൾ ആകുന്ന രീതിയിലാണ് ഫോട്ടോസ് വേണ്ടത്. ഓക്കെ, സോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, 80% visibility, ear visible to the white background. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. And also the size. Okay. Spectacles are allowed only if being used regularly. നിങ്ങൾ റെഗുലർ ആയിട്ട് കണ്ണട വെക്കുന്ന കുട്ടികളാണെങ്കിൽ യെസ് യു ക്യാൻ യൂസ്. അതല്ലാതെ വളരെ ഒക്കേഷണലി മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് വെക്കേണ്ട ആവശ്യമില്ല. സോ സ്പെക്സ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അത് വെച്ചുകൊണ്ടുള്ള ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യാം, നോ പ്രോബ്ലം. പോളറോയിഡ് ആൻഡ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഫോട്ടോസ് ആർ നോട്ട് ആക്സെപ്റ്റഡ്. കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഫോട്ടോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. അതുപോലെ ഇൻസ്റ്റന്റ് ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. ഓക്കെ, ആപ്ലിക്കേഷൻസ് നോട്ട് കംപ്ലൈങ് വിത്ത് ദീസ് ഇൻസ്ട്രക്ഷൻസ് ഓർ വിത്ത് അൺക്ലിയർ ഫോട്ടോഗ്രാഫ്സ് ആർ ലയബിൾ ടു ബി റിജക്റ്റഡ്. അപ്പൊ ഫോട്ടോ ക്ലിയർ അല്ലെങ്കിൽ ഈ സ്പെസിഫിക്കേഷൻ റിക്വയർഡ് സ്പെസിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ തള്ളിപ്പോകും. ഓക്കെ, അത് പ്രത്യേകം നോക്കണം കേട്ടോ. So photographs need not to be attested. Candidates are advised to keep 6 to 8 passport size color photographs with white background. നമ്മുടെ ഈ JEE മെയിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയുന്നത് വരെ സെയിം ഫോട്ടോസ് യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഈ ഫോട്ടോ ഒന്ന് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നീഡ് നോട്ട് ടു ബി അറ്റസ്റ്റഡ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഫോട്ടോയുടെ 6 to 8 കോപ്പീസ് വരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, കാൻഡിഡേറ്റ്സ് മേ നോട്ട് ദാറ്റ് ഇഫ് ദ ഫോട്ടോഗ്രാഫ്സ് അപ്ലോഡഡ് ആർ ഫൗണ്ട് ടു ബി ഫാബ്രിക്കേറ്റഡ്. അപ്പൊ നമ്മൾ തന്നെ അതിലെ കമ്പ്യൂട്ടർ മെയ്ഡ് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ആയിരിക്കുന്ന ഫോട്ടോസ് ആണെങ്കിൽ ഒബ്വിയസ്ലി ആപ്ലിക്കേഷൻ റിജക്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പം നമുക്ക് NTAയിൽ വന്നിരിക്കുന്ന റീസെന്റ് ആയിരിക്കുന്ന ഇമേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോ കറക്ഷൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ ചെക്ക് യുവർ മെയിൽ റൈറ്റ് നൗ. എല്ലാവരും മെയിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോസ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോയി ലോഗിൻ ചെയ്ത് ജസ്റ്റ് ചെക്ക്, നമുക്ക് അവിടെ ഫോട്ടോ കറക്ഷനിൽ ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ സീ യു ആൾ, വിഷ് യു ആൾ ദ ബെസ്റ്റ്, ബൈ.